ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. ഇന്ന് കർക്കിടക ഒന്നല്ലേ. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആല്ലേ. ഇത് രാമായണ മാസം എന്നും കൂടെ പറയാറുണ്ട് നമ്മൾ. അമ്മ രാവിലെ തന്നെ എണീച്ചിട്ട് രാമായണമൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ രണ്ടാളും കൂടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. കൺമഷി കൊണ്ട് കണ്ണെഴുതണത്രേ കർക്കിടക മാസമായ. അപ്പം ഞാനും അമ്മയും ഇതേ കൺമഷി കൊണ്ട് കണ്ണൊക്കെ എഴുതി അങ്ങനെ നേരെ അമ്പലത്തേക്ക് പോവുകയാണ്. നമ്മൾ അടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാണ് നമ്മൾ പോണത്. 2 ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് എന്താണാവോ നല്ല മഴയായിരുന്നു രാവിലെ മുതലേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ. ഒരു പോസിറ്റീവ് എനർജി വന്ന പോലെ തോന്നും. അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞിരിപ്പിക്കും ഏകദേശം മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മഴ പെയ്യുന്നുണ്ടാവില്ല എന്ന്. അത് പറഞ്ഞു തീർന്നില്ല. അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ച് പാമ്പൻകാവിലേക്ക് എത്തിയപ്പോഴേക്ക് നല്ല മഴയാണ് പെയ്തത്. അങ്ങനെ പാമ്പൻകാവിലും തൊഴുത് വരുന്ന വഴിക്ക് ദശപുഷ്പം പൊട്ടിച്ച് അതാണ് ഞാൻ തലയിലും ചൂടി. ഈ ദശപുഷ്പം ചൂടലും മുക്കുരിച്ചാന്ത് തൊടലൊക്കെ അല്ലേ കർക്കിടക മാസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാ ദിവസമൊന്നും ഇല്ലെങ്കിലും കർക്കിടകം 10 വരെയെങ്കിലും നമ്മളിങ്ങനെ മുക്കുറ്റിച്ചാന്തൊക്കെ തൊടും ദശപുഷ്പമൊക്കെ വെക്കാറുണ്ട്. എന്താ അല്ലേ.